ഹലോ ഗായ്സ്, അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഗ്രൂപ്പിലൂടെയും അതേപോലെ മെസ്സേജ് ഇട്ടും കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ്റഗ്രൽസ് എങ്ങനെ പഠിക്കുക, ഇൻ്റഗ്രൽസ് പഠിക്കാൻ പറ്റുന്നില്ല, ഇൻ്റഗ്രൽസ് എങ്ങനെ പഠിക്കുക, അതെങ്ങനെ സെറ്റാക്കുക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എടുത്താൽ തീരുക അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇങ്ങനെ നീണ്ടു നിവർന്നം കിടക്കുകയാണ്. സോ ഇൻ്റഗ്രൽസ് പഠിക്കാൻ എനിക്ക് തോന്നിയ ഒരു ഈസി വേ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫോർമുല ഷീറ്റ് ഉണ്ടാക്കുക. ആൻഡ് ഇൻ്റഗ്രൽസിലെ എല്ലാ ഫോർമുലാസും എഴുതുക. കാറ്റഗറൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫോർമുലാസ് ഫുൾ എന്ത് ചെയ്യുക, സെറ്റാക്കുക. ഒരു ഫോർമുല ഷീറ്റ് ഇപ്പോൾ ഞാൻ എഴുതിയേക്കുന്ന ഒരു ഫോർമുല ഷീറ്റാണ്. സോ അപ്പം ഒരു പേപ്പർ നിറച്ചിട്ടുണ്ട്, ഫോർമുല ഷീറ്റ് സെറ്റാക്കുക. ഫോർമുല ഷീറ്റ് സെറ്റാക്കിയതിന് ശേഷം ഓരോ സംഭവം ലൈക്ക് ഓരോ കണക്കുകളും നിങ്ങൾ എടുക്കുക. ഓരോ കണക്കും ചെയ്യേണ്ട ഓരോ പാറ്റേണിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നുണ്ടോ, എനിക്കിങ്ങനെ തോന്നി നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം എടുത്തു കഴിയുമ്പോൾ ആ പ്രോബ്ലം ഒരു ജനറൽ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ലൈക്ക് ഇതുണ്ട്, ഇത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഇൻറ്റു ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അങ്ങനെ ഒരു ഫോമിലാണ് സംഭവമെങ്കിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തിരിക്കുന്ന ഫംഗ്ഷനില്ലേ, ആ ഫംഗ്ഷന് തീ കൊടുത്തിട്ട് ബാക്കി ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടും. എന്നിട്ട് ആ സംഭവം അതെങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് അതൊക്കെ എഴുതുക. എന്നിട്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനോട് എഴുതുക. ഇതിപ്പോൾ ഇതുണ്ടോ, ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് 2x² + 3. അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് ഫംഗ്ഷൻ ഇൻറ്റു ഇതാണ് ഡെറിവേറ്റീവ്. പക്ഷേ നമ്മൾ ഈ ഫോമുലയിൽ പഠിച്ച എന്താ, ഈ ഡെറിവേറ്റീവ് ഇവിടെ കിടക്കുന്ന കേട്ടോ. പക്ഷേ നമുക്ക് ശരിക്കുള്ള ക്വസ്റ്റ്യനിൽ വന്നപ്പോൾ ഡെറിവേറ്റീവ് ആദ്യമാണ് കിടന്നത് എന്ന് പറഞ്ഞ് അത് തെറ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സംഭവം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറാം, അതിലൊന്നും കാര്യമില്ല. മാത്രമല്ല ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഇതാണല്ലോ എന്താ പറയുക, അകത്തുള്ള മെയിൻ ഫംഗ്ഷൻ അല്ല ഇന്നർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. സോ അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ, അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത്, അതായത് സൈൻ എക്സ്, ഓക്കെ, എക്സിൻ്റെ സ്ഥലത്താണ് ഈ ഒരു സംഭവം കിടക്കുന്നത്. അതപ്പോൾ ഇന്നർ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ സൈനാണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. അതെങ്ങനെ മനസ്സിലായി? ഡെറിവേറ്റീവ് ഓഫ് 2x² + 3 എന്ന് പറയുന്ന ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 × 2 4x ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എക്സ് അല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ശരിയാവുമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ 4x = dt ആണെങ്കിൽ x = dt/4 അല്ലേ. അപ്പോൾ അത് ഉറപ്പായിട്ട് ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ്. അങ്ങനെ ഓരോ സംഭവവും ഫോർമാറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതി വെക്കുക. അവസാനം അപ്പോൾ നമുക്കിത് എഴുതി വെച്ചിട്ടും കുഴപ്പമില്ല, അങ്ങനെ പഠിച്ചാലും മതി. ബട്ട് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവസാനം യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയാണ് ഇൻ്റഗ്രൽസ് പഠിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പഠിക്കാം.